അള്ളാഹുവിൽ നിന്നും മലക്കുകളിൽ നിന്നും മുഴുജനങ്ങളിൽ നിന്നും മിണ്ടാപ്രാണികളിൽ നിന്ന് പോലും അനിഷ്ടവും അതൃപ്തിയും ഒപ്പം ലാനത്തും ഏൽക്കേണ്ടി വരുന്ന വിഷയമാണ്. അറിഞ്ഞത് അവതരിപ്പിക്കേണ്ട സന്ദർഭം ഉണ്ടായിട്ടും അറിവിനെ മൂടിവെക്കുക, തമസ്കരിക്കുക എന്ന ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയത്. മിണ്ടാപ്രാണികൾക്ക് പോലും ഉപദ്രവകരമാകും ഈ ഒരു കുറ്റകൃത്യം ചെയ്താൽ എന്ന് പൂർവ്വസൂരികൾ പറഞ്ഞത് നമ്മൾ കേൾക്കുകയുണ്ടായി. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ കലാമിൽ ഈ ഒരു വിഷയം സഗൗരവം ഉണർത്തിയിട്ടുള്ളത്. ഒരു വചനം നമ്മൾ മുമ്പ് പഠിച്ചു പോയതാണ്. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. സത്യം അസത്യവുമായി നിങ്ങൾ കൂട്ടിക്കുഴക്കരുത്, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സത്യം മൂടിവെക്കുകയും ചെയ്യരുത് എന്ന്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബി വയശ്തറൂന ബിഹി സമനൻ ഖലീല ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം ഉലൈക അല്ലദീന ഇശ്തറൗ ളലാലത ബിൽ ഹുദാ വൽ അദാബ ബിൽ മഗ്ഫിറ ഫമാ അസ്ബറഹും അലന്നാർ. ഈ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച മറ്റൊരു വചനമാണിത്. സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു കിതാബിൽ അവതരിപ്പിച്ചതിനെ മൂടിവെക്കുന്നവർ, അതുകൊണ്ട് തുച്ഛമായ വില വാങ്ങിക്കുന്നവർ, അവരുടെ വയറുകളിൽ തിന്നു നിറക്കുന്നത് തീയാകുന്നു, തീ മാത്രമാകുന്നു എന്ന് അല്ലാഹു പറയുകയാണ്. അന്ത്യനാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല, അവരെ സംസ്കരിക്കുകയുമില്ല, നോവേറ്റുന്ന ശിക്ഷയാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്. സന്മാർഗത്തിന് പകരം വഴികേട് വിലക്ക് വാങ്ങിയവരാണവർ, പാപമോചനത്തിന് പകരം ശിക്ഷയെ വാങ്ങിച്ചവരാണവർ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു വിഷയം എത്ര ഗൗരവതരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളോട് കൽപ്പിച്ചത് എത്തിക്കുവാനാണ്, അറിയിക്കുവാനാണ്. തിരുദൂതരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക് വഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു വല്ലാഹു യഅസിമുക മിനന്നാസ്. തിരുദൂതരെ, റബ്ബിൽ നിന്ന് താങ്കൾക്ക് അവതീർണമായത് താങ്കൾ എത്തിക്കുക. താങ്കൾ എത്തിച്ചില്ല എങ്കിൽ താങ്കളുടെ റിസാലത്തിനെ താങ്കൾ എത്തിച്ചവനാവുകയില്ല. ആളുകളിൽ നിന്ന് അല്ലാഹു താങ്കൾക്ക് കാവലേകും രക്ഷയേകും. അവിടുന്ന് നമ്മളോട് പറഞ്ഞില്ലേ, ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എത്തിയത് എത്തിക്കുവാൻ, നമ്മൾ പഠിച്ചത് പറയുവാൻ, നമ്മൾ സാക്ഷികളായത് സാക്ഷ്യം നിർവഹിക്കുവാൻ കൽപ്പിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്.